സാർ, അമേരിക്കയിലെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളൊക്കെ പരിഷ്കരിക്കാനായിട്ട് ട്രംപ് തീരുമാനിച്ചു. എന്ന് പറഞ്ഞാൽ US പൗരനാണെന്നുള്ളതിൻ്റെ അംഗീകൃത രേഖ കാണിച്ചാൽ മാത്രമേ ഇനി വോട്ട് ചെയ്യാൻ പറ്റൂ. എന്തായിരിക്കും ഇങ്ങനെ ഒരു മാറ്റത്തിന് കാരണം? ട്രംപിൻ്റെ എക്സിക്യൂട്ടീവ് ഓർഡറിൽ പറയുന്നത് ഇന്ത്യയും ബ്രസീലും ആണ് അക്കാര്യത്തിൽ മാതൃക എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ വോട്ടർ ID, ആധാർ കാർഡ്, വോട്ടർ ID കാർഡ് ഒക്കെ കാണിച്ചാലേ വോട്ട് ചെയ്യാൻ പറ്റും. അതെ. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു തട്ടിപ്പുകാരന് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ വോട്ട് ചെയ്തിട്ട് പോവുക, അല്ലെങ്കിൽ മൊത്തം വോട്ട് സംവിധാനത്തിനെ അട്ടിമറിക്കുക, ഇതൊക്കെ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. ട്രംപ് കരുതുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപ് ജയിക്കേണ്ട മുമ്പത്തെ ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുകയും ബൈഡൻ പ്രസിഡന്റ് ആവുകയൊക്കെ ചെയ്ത ഉദാഹരണങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇത്തരം അത് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ അട്ടിമറിക്കപ്പെട്ടതാണെന്ന്. അപ്പൊ ഇത്തരം അട്ടിമറികളൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇനി വോട്ടർ രജിസ്ട്രേഷന്റെ സമയത്ത് ഫെഡറൽ കമ്മീഷൻ ഉണ്ടല്ലോ, ഇലക്ഷൻ കമ്മീഷൻ, അതിൽ വോട്ടർ ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് മറ്റേ സിറ്റിസൺ കാർഡ്, അമേരിക്കൻ പൗരത്വം, അതിൻ്റെ തെളിവ് കൊടുക്കണം എന്നാണ് എക്സിക്യൂട്ടീവ് ഓർഡറിൽ പറഞ്ഞിരിക്കുന്നത്. അമേരിക്കൻ പൗരത്വ തെളിവ് കൊടുത്താൽ മാത്രമേ അമേരിക്കയിൽ ഇനി ഒരാൾ വോട്ടർ ആവുള്ളൂ. അതാണ്. അപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ആ എക്സിക്യൂട്ടീവ് ഓർഡറിൽ പറയുന്നുണ്ട് ബയോമെട്രിക് ഡാറ്റ എടുക്കുന്നുണ്ട് ഇല്ലേ, ഓരോരുത്തർ ഇന്ന ആളാണെന്നുള്ള തിരിച്ചറിവിന് വേണ്ടിയിട്ടുള്ള ഡാറ്റ. അപ്പോൾ വോട്ടർ രജിസ്ട്രേഷന് അമേരിക്കൻ പൗരത്വ തെളിവ് കൊടുക്കണം. അപ്പോൾ അമേരിക്ക ഈ ഓർഡറിൽ ട്രംപ് പറയുകയാണ് ഈ ഇലക്ഷൻ സംവിധാന കാര്യത്തിൽ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെ പുറകിലാണ്, പിന്നിലാണ്. പൗരത്വം ഇപ്പോൾ അമേരിക്കയിൽ ഒരാൾ വോട്ടർ രജിസ്ട്രേഷന് പൗരത്വം സെൽഫ് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുകയാണ്. സെൽഫ് രജിസ്ട്രേഷൻ, ഞാൻ അമേരിക്കൻ പൗരനാണ് എന്ന് പറഞ്ഞാൽ ഒപ്പിട്ട് കൊടുക്കുക. അതിന് പറ്റില്ല, ആ പരിപാടി പറ്റില്ല. ശരിക്കും തെളിവ് കൊണ്ടുപോയി കാണിച്ചു വേണം ചെയ്യാനായിട്ട്. കാരണം അതിൻ്റെ കാർഡ് ഉണ്ടെങ്കിൽ, പൗരത്വ കാർഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കണം. അല്ലാതെ ഞാൻ ഇന്ന ആളാണെന്ന് പറഞ്ഞിട്ട് വെറുതെ ഒപ്പിട്ട് കൊടുക്കുന്ന പരിപാടിയായിരുന്നു ഇതുവരെ. നടപ്പില്ല. അത് നടപ്പില്ല. സെൽഫ് അറ്റസ്റ്റേഷൻ എന്ന് പറഞ്ഞ സംഭവം അതിൽ നടക്കില്ല. പിന്നെ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഫോം ഉണ്ടല്ലോ, വോട്ടറായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ഫോം, അതിൻ്റെ അകത്ത് പൗരത്വ തെളിവിൻ്റെ കോളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനി വോട്ടർ തട്ടിപ്പ്, വോട്ടർമാർ ഈ അനധികൃത കുടിയേറ്റക്കാരെയൊക്കെ പിടിച്ച് വോട്ടർമാരൊക്കെ സെൽഫ് അറ്റസ്റ്റേഷൻ മതിയല്ലോ, അതിനുവേണ്ടി അനധികൃത കുടിയേറ്റം ഡീപ് സ്റ്റേറ്റ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇത്രയും അനധികൃത കുടിയേറ്റക്കാരവിടെ ഉണ്ടായത്. സമാനമായ കാര്യങ്ങൾ നമ്മൾ ഇന്ത്യയിലും പറയുന്നുണ്ട് ഇല്ലേ? ബംഗാളിലും ആസാമിലും ഒക്കെ അനധികൃത കുടിയേറ്റക്കാരെ കൊണ്ടുവന്നിട്ട് ഡെമോഗ്രഫിയിൽ മാറ്റം വരുത്തി ഈ മണ്ഡലങ്ങൾ മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളാക്കി മാറ്റുന്നു, വോട്ടുകൾ തിരിമറിയിക്കുന്നു എന്ന് പറയാറുണ്ട് നമ്മൾ. പിന്നെ ചെറിയ സംസ്ഥാനങ്ങൾ, ഹിമാലയത്തിന്റെ താഴ്വാരങ്ങളൊക്കെയുള്ള ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, അവിടെയൊക്കെ ഈ അടുത്ത കാലത്ത് മദ്രസകൾ അനധികൃതമായിട്ട് വന്നത്, പിന്നെ ഈ ശവകുടീരങ്ങൾ, മസറുകൾ ധാരാളം പട്ടാള ഡിഫൻസ് പ്രോപ്പർട്ടിയിലൊക്കെ, പ്രതിരോധ വകുപ്പിൻ്റെ ഭൂമിയിലൊക്കെ വന്നതും ഒക്കെ. അപ്പോൾ ചെറിയ സംസ്ഥാനങ്ങളിൽ കൂടുതൽ കുടിയേറ്റം വരുത്തിയിട്ട് അവിടുത്തെ തിരഞ്ഞെടുപ്പൊക്കെ പിടിക്കുക എന്നുള്ള ലക്ഷ്യമുണ്ടെന്നൊക്കെ പറഞ്ഞ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ വോട്ടർ ഫ്രോഡ് എന്ന് പറഞ്ഞ പരിപാടി എവിടെ ഇനിയും ഉണ്ടാകാൻ പാടില്ല. ജർമ്മനിയിലും കാനഡയിലും ഈ പേപ്പർ ബാലറ്റുകളാണ് പഴയ പോലെ. നമ്മൾ ഇന്ത്യയിലും മുമ്പുണ്ടായിരുന്ന പോലെ കടലാസ് ബാലറ്റുകൾ ജർമ്മനിയിലും കാനഡയിലും. അപ്പോൾ അവിടെ തട്ടിപ്പിന് സാധ്യത കുറവ് എന്ന് പറയുന്നുണ്ട്. ഡെൻമാർക്ക്, സ്വീഡൻ, അവിടെയും അങ്ങനെയാണ്. പിന്നെ ഈ സ്ഥലങ്ങളിലൊക്കെ ഈ ഇമെയിൽ വഴിയുള്ള വോട്ടിംഗ് അത് വളരെ കുറവാണ്. പക്ഷെ അമേരിക്കയിൽ ഇമെയിൽ വോട്ടിംഗ് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ വോട്ടർ തട്ടിപ്പിന് സാധ്യത കൂടുതൽ ആണ് എന്ന് കാണുന്നു. പിന്നെ ഇലക്ഷൻ രജിസ്ട്രേഷൻ കമ്മീഷൻ സർക്കാർ നൽകിയ
അമേരിക്കൻ പൗരത്വത്തിൻ്റെ തെളിവിന് ചോദിച്ചിട്ട് വേണം വോട്ടർമാരെ ചേർക്കാൻ എന്ന് ഈ എക്സിക്യൂട്ടീവ് ഓർഡറിൽ പറഞ്ഞിട്ടുണ്ട്. ഇലക്ഷൻ അസിസ്റ്റൻസ് കമ്മീഷൻ എന്നാണ് കമ്മീഷൻ്റെ പേര്. അമേരിക്കൻ തെരഞ്ഞെടുപ്പ് സംവിധാനം ഈ ബൈഡനോട് തോറ്റ ശേഷം അമേരിക്കൻ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെപ്പറ്റി ട്രംപ് ധാരാളം ചീത്ത പറഞ്ഞിട്ടുണ്ട്. അപാകതകളുണ്ട്, പാളിച്ചകളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. 2020 നവംബറിൽ നടന്ന തിരഞ്ഞെടുപ്പ്, അതിൽ ഒരുപാട് ഈ അനധികൃത വോട്ടർമാർ കടന്നുകൂടിയിരുന്നു, ബൈഡന് വോട്ട് ചെയ്യാനുള്ള ആളുകൾ കടന്നുകൂടിയിരുന്നു എന്നാണ് ട്രംപിൻ്റെ ആരോപണം. അന്നത്തെ അറ്റോർണി ജനറൽ വില്യം ബാർ ഇതേപ്പറ്റി അന്വേഷിച്ചിട്ട് ഈ ട്രംപ് പറയുന്നതിന് തെളിവില്ല എന്ന് കണ്ടെത്തിയിരുന്നു. പക്ഷെ ആ വാദം ട്രംപ് അംഗീകരിക്കുന്നില്ല. ട്രംപ് പറയുന്നത് ട്രംപ് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നുണ്ട്, വെറുതെ ഒരു ആരോപണം പറയുന്നതായിട്ട് ട്രംപ് കരുതുന്നില്ല. അപ്പോൾ അന്ന് വാഷിങ്ടണിൽ ക്യാപിറ്റോൾ ഹില്ലിൽ കലാപമൊക്കെ നടത്തിയല്ലോ ട്രംപിൻ്റെ അനുയായികൾ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ബൈഡൻ്റെ ഈ തെരഞ്ഞെടുക്കപ്പെട്ടതായിട്ടുള്ള സർട്ടിഫിക്കേഷൻ തടയാൻ വേണ്ടിയിട്ടാണ് ക്യാപിറ്റോൾ ഹില്ലിൽ കലാപം നടന്നത്. അന്നാണ് അദ്ദേഹത്തിൻ്റെ ബൈഡൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുമായിരുന്നത്. അപ്പോൾ അമേരിക്കൻ കോൺഗ്രസിൻ്റെ സംയുക്ത സമ്മേളനം നടക്കുന്ന ദിവസമായിരുന്നു അത് തടസ്സപ്പെടുത്താനാണ് ഈ ബൈഡന് അദ്ദേഹമാണ് പ്രസിഡന്റ് എന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് തടയാൻ വേണ്ടിയിട്ടുള്ള കലാപമായിരുന്നു അത്. 7 പ്രവിശ്യകളോട് അന്ന് ട്രംപിൻ്റെ കൈവശമുള്ള 7 പ്രവിശ്യകളോട് ബദൽ ഇലക്ടർമാരെ ഇലക്ട്രൽ കോളേജ് വോട്ടിന് വേണ്ടി അയക്കാനും ട്രംപ് അന്ന് പറഞ്ഞിരുന്നു. ഈ അമേരിക്കൻ വോട്ടർ റോൾ ഉണ്ടല്ലോ, വോട്ടർ പട്ടിക, അതിനെ അനധികൃത കുടിയേറ്റക്കാര് അട്ടിമറിച്ചിരിക്കുന്നു, മാനിപ്പുലേറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് ട്രംപ് കരുതുന്നത്. അനധികൃത കുടിയേറ്റക്കാരുടെ ഒരു പ്രശ്നം ഇന്ത്യയിലും ഇതുപോലെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ആരോപണങ്ങൾ വരാറുണ്ട്. 2016 2016 തെരഞ്ഞെടുപ്പിൽ ഇലക്ട്രൽ കോളേജിൽ ട്രംപ് ജയിച്ചു, പോപ്പുലർ വോട്ടിൽ ട്രംപ് തോറ്റുപോയി. ഹിലരി ക്ലിന്റനാണ് പോപ്പുലർ വോട്ടിൽ മുന്നിലെത്തിയത്. ഇത്തവണ 2ലും ട്രംപ് ജയിച്ചിരുന്നു. അതും ഫ്രോഡായിരുന്നു എന്നാണ് ട്രംപ് പറയുന്നത്. പോപ്പുലർ വോട്ടിൽ ശരിക്ക് ട്രംപ് ജയിച്ചു എന്നാണ് ട്രംപ് വിചാരിക്കുന്നത്. അത് മാനിപ്പുലേറ്റ് ചെയ്തതാണ് ഇത്തരം സംവിധാനങ്ങൾ വഴി. അപ്പോൾ വോട്ടർ രജിസ്ട്രേഷന് ഈ കാര്യത്തിൽ കോടതി ഇടപെട്ട് ഈ എക്സിക്യൂട്ടീവ് ഓർഡർ റദ്ദാക്കി കളയുമോ എന്നുള്ള സംശയമൊക്കെ ഉയർന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അമേരിക്കയിൽ ഓരോ സംസ്ഥാനത്തും ഓരോ രീതിയാണല്ലോ, നിയമങ്ങളും വ്യത്യാസമൊക്കെ ഉണ്ട് ഓരോ സ്ഥലത്തും. അപ്പോൾ വോട്ടർ രജിസ്ട്രേഷൻ ഓരോ പ്രവിശ്യയിലും ഓരോ സംസ്ഥാനത്തും വെവ്വേറെ രീതിയിലാണ്. അതുകൊണ്ട് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാം. കോമൺ ലോ എന്ന് പറഞ്ഞൊരെണ്ണം ഈ കാര്യത്തിൽ ഇല്ല, അവിടെ പൊതു നിയമം ഇല്ല. യൂണിഫോം ഈ വോട്ടർ പട്ടിക എല്ലാം കൂടി ചേർത്തിട്ടില്ല. ലാസ്റ്റ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരെണ്ണം ഇല്ല. പിന്നെ ഈ ഒരു വോട്ടർ ആകാനുള്ള എന്തൊക്കെയാണ് മാനദണ്ഡങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു മാനദണ്ഡവും അവിടെയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പൊതു മാനദണ്ഡങ്ങൾ വോട്ടർ ആകാനുള്ള അങ്ങനെ ഒരു പട്ടികയോ നിയമാവലിയോ ഒന്നും അവിടെ ഇല്ല. അപ്പോൾ ഫെഡറൽ ഇലക്ഷൻ ഫണ്ട് ഈ എക്സിക്യൂട്ടീവ് ഓർഡർ അനുസരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് മാത്രമേ ഈ പൊതു വോട്ടർ ഫണ്ട് കൊടുക്കുള്ളൂ എന്ന് ട്രംപ് തീരുമാനിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു പൊതു നിയമം ഉണ്ടായി വരുന്നു അമേരിക്കയിൽ ഇത് സംബന്ധിച്ച്. അല്ലെങ്കിൽ ഈ മറ്റേ ഫെഡറൽ ഇലക്ഷൻ ഫണ്ട് സംസ്ഥാനങ്ങൾക്ക് ഇതനുസരിക്കാത്ത സംസ്ഥാനങ്ങൾക്ക് കൊടുക്കില്ല. അപ്പോൾ ഒരു ഉപാധിയുണ്ട്. അപ്പോൾ അതനുസരിക്കുന്ന സ്ഥാപനങ്ങൾക്ക് മാത്രമേ കൊടുക്കുള്ളൂ, പ്രവിശ്യകൾക്ക് മാത്രമേ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു പൊതു വോട്ടർ രജിസ്ട്രേഷൻ ഫോം ഈ പൗരത്വ തെളിവ് ഹാജരാക്കുന്ന വോട്ടർമാരെ മാത്രം വോട്ടർമാരാക്കി മാറ്റുന്ന ഒരു പൊതു രജിസ്ട്രേഷൻ ഫോം, ഒരു പൊതു തെരഞ്ഞെടുപ്പ് മാനദണ്ഡം
അപ്പോൾ ഇതിലാണ് ചേർത്തൊരു പട്ടികയാക്കി മാറ്റും. പട്ടികയൊക്കെയായി ഇവരാണ് വോട്ടർമാര് എന്നൊക്കെ വരുന്ന ഇന്ത്യയുടെ ഒക്കെ പോലെയുള്ള ഒരു സംവിധാനം. അപ്പോൾ നമ്മുടെ ജനാധിപത്യത്തെ ഒരു മാതൃകയാക്കുകയാണല്ലേ ട്രംപ്, അത് പറയുന്നുണ്ടല്ലോ. അതെ, അത് ട്രംപ് ആയതുകൊണ്ട് മാനിക്കുന്നുണ്ട്, ബൈഡൻ ഡീപ് സ്റ്റേറ്റിന്റെ ആളായതുകൊണ്ട് മാനിക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ അനധികൃത വോട്ടർമാരെ ചേർത്ത് ട്രംപിനെ തോൽപ്പിച്ചു എന്ന് ട്രംപ് പറയുന്നത്. അതെ അതെ, ഇന്ത്യ മാതൃകയാണെന്ന് എക്സിക്യൂട്ടീവ് ഓർഡറിൽ പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.